അർജന്റീന വേഴ്സസ് ഈജിപ്ത് മത്സരമാണ് ഇപ്പോൾ ലോകം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ മാച്ച്. എന്താണ് കാരണം നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, സലയുടേത് പെനാൾട്ടി ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ ഗോൾ, അർജന്റീന കംബാക്കിലെ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് തൊട്ട് മുന്നാണ് സല പെനാൾട്ടി ബോക്സിൽ നിന്ന് വീഴുന്നത്. ശരിക്കും പറഞ്ഞാൽ അൽവാരസ് ആ ബോൾ വിൻ ചെയ്യുന്നുണ്ട്. നിസ്സംശയം നമുക്ക് പറയാം, അത് അങ്ങനെ തന്നെയാണ്. കാരണം വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. കാര്യം അതിലൂടെയാണ് പോയി ഗോൾ ഇട്ടത്. ഈവൻ സല പോലും എന്താക്കിയിട്ടില്ല, അപ്പീൽ ചെയ്തിട്ടില്ല ആ ഒരു വീണ സമയത്ത്. അറ്റ്ലീസ്റ്റ് നമുക്കറിയാലോ, പെനാൾട്ടി അടിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുമല്ലോ, അപ്പീൽ ചെയ്യും. പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഗോൾ വീണതിന് ശേഷം പോലും അതിനായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ അപ്പീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അൽവാരസ് ക്ലിയർ ആയിട്ട് അവിടെ ബോൾ വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആകെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വാറിൽ ചെക്ക് ചെയ്യാമായിരുന്നില്ലേ, എന്നിട്ടൊരു കൺക്ലൂഷൻ കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ളതായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ ചെവിയിലൊരു സാധനം വെച്ചിട്ടുണ്ട് അല്ലേ, മൈക്ക്, നമുക്കറിയാം, അവർക്ക് കേൾക്കാനും പറയാനുള്ള സംഭവം. അതിലൂടെ അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് റഫറീസ്. അപ്പോൾ ഒരു ഹെവി ഇൻസിഡൻറ്റ് വന്നാൽ മാത്രമേ വാറിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു നിയമത്തിലുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരാൻ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആ ഒരു ചെവിയിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തീരുമാനമാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു വാർ ചെക്കിങ് നടക്കാഞ്ഞത്. ഇത് നമുക്കറിയാം, ഈജിപ്തിൻ്റെ രണ്ടാമത്തെ ഗോൾ വന്നത് ഡിസലോ ചെയ്തു അല്ലെ. ഫസ്റ്റ് ഗോൾ ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ലിസാൻഡ്രോ മാർട്ടിനസിനോട് ഫൗൾ. ആ ക്ലിയർ ഫൗൾ തന്നെയാണ്. ആ ബൂട്ടിന് കാലിന് ചവിട്ടി കൊടുക്കുന്നുണ്ട്. ക്ലിയർ ഫൗൾ തന്നെയാണ്, അതിൽ നമുക്കൊരു സംശയമില്ല. അതുകൊണ്ടാണ് ആ ഒരു ഗോൾ ഡിസലോ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഇൻസിഡൻറ്റ് ഒരുപാട് ഈ വേൾഡ് കപ്പിൽ തന്നെ ക്ലബ്ബ് ഫുട്ബോളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും തർക്കിക്കേണ്ട, റിഗ്ഡ് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. മറ്റൊന്ന് പെനാൾട്ടി ബോക്സിൽ മക്കാലിസ്റ്റർ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സംഭവം, ഇൻസിഡൻറ്റ് അല്ലേ. അത് ബോൾ വരുന്ന സമയത്ത് ഫാത്തി എന്ന് പറഞ്ഞ പ്ലെയറിനെ. പക്ഷേ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു പറയത്തക്കുള്ള ആക്ഷൻ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. മീൻസ് അത്ര വലിച്ചിട്ടുണ്ട്, മീൻസ് വല്ലാണ്ട് അവർ പുള്ള് ചെയ്തിട്ടില്ല. ആ പുള്ള് ഇതിനുള്ള ഒരു ആക്ഷൻ ആയിരുന്നില്ല ആ പ്ലെയർ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അതും ചെക്ക് ചെയ്യാതിരുന്നത്. പിന്നെ ചെക്ക് ചെയ്യാതിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വാറിൽ ചെക്ക് ചെയ്യാത്തുള്ളൂ. ഇവരിതൊക്കെ ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വാർ റൂമായിട്ട് വീഡിയോ അസിസ്റ്റന്റ് റഫറി മീൻസ് ഫോർത്ത് ഒഫീഷ്യൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഇതൊക്കെ ഓരോ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കൊളീന നമുക്കറിയാം അല്ലേ, നമ്മുടെ മെയിൻ റഫറി, നമ്മളൊക്കെ പേടിപ്പിക്കുന്ന റഫറിയാണ്. ആ റഫറി ഒഫീഷ്യൽ ഫിഫയുടെ ചീഫ് റഫറിങ് ഓഫീസറാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്, ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി അല്ലെങ്കിൽ അർജന്റീന ആയതുകൊണ്ടാണോ ഇത്ര ഒരു വിവാദമാവാൻ കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജർമ്മനി പരഗ്വേ മത്സരത്തിൽ ജർമ്മനി രണ്ടാമത്തെ ഗോൾ അടിക്കുമ്പോൾ അത് ഡിസലോ ചെയ്തു. എന്താണ്, ഗോളിനൊന്ന് മറഞ്ഞു കുത്തിയെന്നോ പറഞ്ഞിട്ടാണ്. മീൻസ് അത്ര വലിയൊരു ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല, എന്നിരുന്നാലും ഡിസലോ ചെയ്തു. ക്ലോപ്പ് അടക്കമുള്ള പല പ്രമുഖന്മാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇത് ഡിസലോ ചെയ്യാൻ കഴിയും. കാരണം ആഴ്സണൽ എന്ന് പറഞ്ഞ ടീം പ്രീമിയർ ലീഗ് അടിക്കാൻ കാരണം തന്നെ ഇങ്ങനത്തെ ഗോളാണ്. ആഴ്സണൽ ആ ഗോൾ കീപ്പർമാരെ കാട്ടണമെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ അപ്പോൾ അത്രയും കൂടി ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഡിസലോ ചെയ്തെന്നുള്ളതാണ്. പിന്നെ ആകെ എനിക്ക് പറയാനുള്ളത്, റഫറിയുടെ ഡിസിഷൻസ് ഈ ടൂർണമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ റഫറിയുടെ ഡിസിഷൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരേ ഇൻസിഡൻറ്റ് വരുമ്പോൾ പല ഡിസിഷൻസ് എടുക്കുന്നത്, പല കളികളിൽ ഒരേ ഇൻസിഡൻറ്റ് വരുമ്പോൾ പല ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താവാം, ഒരു ബയാസ് തോന്നിയേക്കാം. അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ. അല്ലാതെ സ്ക്രിപ്റ്റഡ് റിഗ്ഡ് ഒന്നും പറഞ്ഞ് ആക്കണ്ട, അതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോരുത്തർ ഇതാണ്, പെർസ്പെക്റ്റീവായിട്ട് വരുന്നതാണ്, ഓരോ കാഴ്ചപ്പാടാണ്. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ബ്രസീൽ ഫാൻസോ അല്ലെങ്കിൽ പോർച്ചുഗൽ ഫാൻസോ ആയിരിക്കും. അത് കുറ്റപ്പെടുത്തുന്നതല്ല, അതങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ബയാസ് തോന്നിയേക്കാം അങ്ങനത്തെ റിയാക്ഷൻസ് കാണുമ്പോൾ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പോൾ ഈ അർജന്റീന മാച്ച് കഴിഞ്ഞ ശേഷമുള്ള കൊളംബിയ സ്വിറ്റ്സർലാൻഡ് മത്സരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു ചർച്ചയാക്കിയില്ല. പിന്നെ മെയിൻ ഫാക്ടർ വേറെ ഒന്നുണ്ട്, നമ്മുടെ ക്രൊയേഷ്യ പോർച്ചുഗലിനെതിരെ തോൽക്കുമ്പോൾ അവരുടെ രണ്ടാമത്തെ ഗോൾ, ഇഞ്ചുറി ടൈമിൽ കളി കഴിയുന്ന നേരത്തുള്ള രണ്ടാമത്തെ ഗോൾ ഡിസലോ ചെയ്തു. എന്തുകൊണ്ടാണ്, ചെറിയൊരു ടച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ മോഡ്രിച്ച് അവിടെ നിന്ന് പറയുന്നുണ്ട്, മോഡ്രിച്ച് കളി കഴിഞ്ഞ ശേഷം മീഡിയക്കാരോട് പറയുന്നുണ്ട്, ഇതൊരു വലിയ ടീമാകുമ്പോൾ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെയാണ് ശരിക്കും ഈ ചെറിയ ഇൻസിഡൻറ്റിനൊന്നും വാർ നോക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയും 200% അത്ര സംശയം വന്നാൽ മാത്രമേ അവിടെ നോക്കേണ്ട ആവശ്യമുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ലോകം ചർച്ചയാക്കിയതേയില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീനോ അല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സ്ക്രിപ്റ്റഡ് റിഗ്ഡൊക്കെ വെറുതെ ഒന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം അതൊന്നും നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കൂ. കാരണം അതൊക്കെ നമുക്കൊരു ബയാസ് തോന്നുന്നതാണ്. അതൊക്കെ കാര്യങ്ങൾ ചില ഡിസിഷൻസ് വരുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ പറഞ്ഞില്ലേ, ഈ വേൾഡ് കപ്പ് തന്നെ പല ഡിസിഷൻസ്, പരഗ്വെ ഫ്രാൻസ് കളിക്കുന്ന സമയത്ത് പരഗ്വയാണ് ഏറ്റവും കൂടുതൽ വെട്ടലും കുത്തലൊക്കെ ആയിരുന്നു. ഒരൊറ്റ മഞ്ഞക്കടമൊക്കെ കിട്ടിയിട്ടില്ല. അന്ന് ആരും ചോദിച്ചതില്ല. മീൻസ് ചെറിയൊരു 2-3 വാക്കുകളിൽ അത് ഒതുങ്ങി അങ്ങനെ മറിഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മാച്ചിൻ്റെ കോൺട്രവേഴ്സീസ് ഇവിടെ അവസാനിക്കുന്നില്ല.
എല്ലാവരും തന്നെ ചർച്ച, ഈവൻ വലിയ വലിയ ആളുകളൊക്കെ തന്നെ ചർച്ച. എന്തായാലും എനിക്ക് പറയാനുള്ളത് സ്ക്രിപ്റ്റഡ് റിഗഡ് ഒന്നല്ല മക്കളെ, ഇതൊക്കെ ഒരു റഫറിങ്ങിനുള്ള ഡിസിഷൻസിൽ ചിലപ്പോൾ വരുന്ന പ്രശ്നങ്ങളാവാം. മീൻസ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടുള്ളതാവാം. ഞാൻ ആകെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈജിപ്തിൻ്റെയൊക്കെ ചെറിയ വാറൊക്കെ നോക്കിയൊരു കൺക്ലൂഷൻ നടത്താമായിരുന്നുള്ളതാണ്. പക്ഷെ അതിന് നമുക്കൊരു എക്സ്പ്ലനേഷൻ കിട്ടി. കാരണം എല്ലാത്തിലും പോയിട്ട് വാറ് കൊണ്ടുപോയിടാൻ പറ്റില്ല, മനസ്സിലാക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ.